നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളതും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായതുമായ HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 2.64% ഉയർന്ന് 1534 ക്ലോസിംഗ് നൽകി. 16.6 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.19, ഡിവിഡൻഡ് yield 1.24%, 52 വീക്ക് ഹൈ 1757, 52 വീക്കിലോ 1363, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ടാണ്. അതേസമയം HDFC ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കഴിഞ്ഞ ക്വാർട്ടറുമായി അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടിഞ്ഞത് ബാങ്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി വളർന്നിട്ടുണ്ട്. ഇനി ക്വാർട്ടർലി റിസൾട്ടിലെ പ്രധാന ഹൈലൈറ്റുകളിലേക്ക് കടക്കാം. HDFC ബാങ്കിൻ്റെ പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.84% വർദ്ധിച്ച് 16,373 കോടിയിൽ നിന്നും 16,511 കോടിയായി ഉയർന്നു. മാർക്കറ്റ് 16,576 കോടി രൂപയുടെ പ്രോഫിറ്റാണ് എക്സ്പെക്റ്റ് ചെയ്തത്. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ പ്രോഫിറ്റ് കമ്പനി കാഴ്ചവെച്ചു. ഇതോടൊപ്പം തന്നെ HDFC ബാങ്കിൻ്റെ നെറ്റ് റവന്യൂ 47,240 കോടിയായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 29,172 കോടി രൂപ മാർക്കറ്റ് പ്രതീക്ഷിച്ചെങ്കിലും 29,007 കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഏറെക്കുറെ സ്റ്റേബിളാണ്. 3.40% നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ കാണാൻ സാധിച്ചത്. ഇപ്രാവശ്യം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 3.44%-ലേക്ക് ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റിയിലും പറയത്തക്ക മാറ്റമൊന്നുമില്ല. ഗ്രോസ് NPA 1.26%-ൽ നിന്നും 1.24%-ലേക്ക് ഇടിഞ്ഞെങ്കിലും നെറ്റ് NPA 0.31%-ൽ നിന്നും 0.33%-ലേക്ക് ഉയർന്നു. 23.79 ലക്ഷം കോടി രൂപയുടെ ടോട്ടൽ ഡെപ്പോസിറ്റാണ് HDFC ബാങ്കിലുള്ളത്. ഇതിൽ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് 3.1 ലക്ഷം കോടിയും സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് 5.97 ലക്ഷം കോടിയും. 25.07 ലക്ഷം കോടി രൂപയുടെ ലോൺ ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ ടോട്ടൽ അഡ്വാൻസ് ആണ് ബാങ്ക് നടത്തിയിരിക്കുന്നത്. ടോട്ടൽ അഡ്വാൻസസിൻ്റെ 1.8% ഓവർസീസ് അഡ്വാൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. HDFC ബാങ്കിൻ്റെ സബ്സിഡറി കമ്പനിയായ HDB ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. HDB ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് 505 കോടിയിൽ നിന്നും 606 കോടിയിലേക്ക് ഉയർന്നു. HDB ഫിനാൻഷ്യൽ സർവീസിൽ HDFC ബാങ്കിന് 94.6% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. HDFC ബാങ്കിൻ്റെ മറ്റൊരു സബ്സിഡറി കമ്പനിയായ HDFC ഇർഗോ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷം 201 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ 103 കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. HDFC സെക്യൂരിറ്റീസിൻ്റെ പ്രോഫിറ്റ് 190 കോടിയിൽ നിന്നും 320 കോടിയിലേക്ക് ഉയർന്നു. HDFC സെക്യൂരിറ്റീസിൽ HDFC ബാങ്കിന് 95.1% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ടാണ്. അതേസമയം 2023 ജൂൺ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇടിഞ്ഞത് ഒരു പ്രധാന കൺസേണായി അവശേഷിക്കുന്നു. 2023 ജൂൺ മാസത്തിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 4.1% ഇപ്പോഴത് 3.4%-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. HDFC ബാങ്ക് 1530 ട്രേഡ് ചെയ്യുന്നു. ഏറെക്കുറെ ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ടാണ്. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1450, 1400 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. HDFC ബാങ്കിന് 1600, 1700 തുടങ്ങിയ ലെവലുകളിൽ റെസിസ്റ്റൻസ് ആണുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്